കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ബോംബെ സ്റ്റൈലിൽ ഒരു അടിപൊളി ചിക്കൻ ബിരിയാണിയാണ് ഞാനിന്ന് പെരുന്നാൾ സ്പെഷ്യലായിട്ട് കാണിക്കുന്നത്. ബോംബെ ബിരിയാണി കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം, അതിൻ്റെ ഒരു മണവും രുചിയും ഒക്കെ വേറെ തന്നെയാണ്. നല്ല മണമുള്ള നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ളൊരു ബിരിയാണിയാണ്. പിന്നെ അതിൽ ഉരുളക്കിഴങ്ങ് കൂടി ചേർക്കും കേട്ടോ. ഉരുളക്കിഴങ്ങ് എണ്ണയിൽ വറുത്തിട്ട് അതും കൂടി ബിരിയാണിയിൽ ചേർക്കാറുണ്ട്. പക്ഷെ ഞാനിന്ന് ഉരുളക്കിഴങ്ങ് ചേർക്കുന്നില്ല, കാരണം ഉരുളക്കിഴങ്ങ് ചേർത്താലും ഇവിടെ ആരും കഴിക്കില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങ് കൂടി എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തിട്ട് ബിരിയാണിയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് ബോംബെ ചിക്കൻ ബിരിയാണി തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ബോംബെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോഗ്രാം ചിക്കനാണ്. നമ്മൾ സാധാരണ ബിരിയാണിക്ക് കട്ട് ചെയ്യുന്ന പോലെ കുറച്ച് വലുതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. 1 കിലോ ചിക്കൻ 8 പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ചിക്കനിലേക്ക് നമുക്ക് 1 കപ്പ് തൈര് ചേർക്കാം. ഇതധികം പുളിയില്ലാത്ത തൈരാണ്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഒരു 1/4 കപ്പ് വരെയൊക്കെ ചേർത്താൽ മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ വരെ ഗരം മസാലപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഏകദേശം 1.5 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില വേണം. ഒരു 1/2 കപ്പോളം മല്ലിയില ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 6 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടി ഒന്ന് അരച്ചെടുക്കണം. മല്ലിയിലയും പച്ചമുളകും കൂടി അരച്ചത് ഈ ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിവിടെ അടച്ച് വെക്കാം. ബാക്കിയുള്ള ചേരുവകളൊക്കെ റെഡിയാക്കുന്ന അത്രയും സമയം, ഏകദേശം ഒരു 15-20 മിനിറ്റോളം നമുക്കിതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അതുപോലെ തന്നെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അരി നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. നമ്മൾ സാധാരണ ബോംബെ ബിരിയാണിയിൽ ബസ്മതി അരിയാണ് ഉപയോഗിക്കുന്നത്, പക്ഷേ ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് പൊതുവേ ബിരിയാണിക്ക് കൂടുതൽ ഇഷ്ടം ജീരകശാല റൈസാണ്, അതുകൊണ്ടാണ് ഇതെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൈസ് വെച്ചിട്ട് ചെയ്യാം. ബസ്മതി റൈസ് ആണെങ്കിൽ നമുക്ക് കാണാനും ആ ഒരു ബോംബെ ബിരിയാണിയുടെ അതേ ഒരു ഇതിൽ തന്നെ കിട്ടും, അതുകൊണ്ട് ബസ്മതി അരിയാണ് വേണ്ടതെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ 2 കപ്പ് അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 2 കപ്പ് അരി എന്ന് പറയുമ്പോൾ ഒരു 4-5 ആൾക്ക് കഴിക്കാനുള്ള അത്രയും ബിരിയാണി നമുക്ക് കിട്ടും. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് സവാളയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 മീഡിയം സൈസിലുള്ള സവാളയാണ്. വലുതാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. അപ്പോൾ സവാള നമുക്കിതുപോലെ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ, നല്ല ക്രിസ്പി ആകുന്നത് വരെ സവാള നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ സവാള ഇതാ നല്ല ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ 3 സവാള 2-3 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്യുന്നത്. നമ്മുടെ പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് സവാള ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഞാനൊരു 3 പ്രാവശ്യമായിട്ട് മുഴുവൻ സവാളയും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സവാള ഫ്രൈ ചെയ്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ടൊരു 15-20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഈ സവാള കയ്യിലെടുത്ത് ഇതുപോലെ പൊടിച്ചിട്ട് ഈ ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഫ്രൈ ചെയ്തതിൻ്റെ കൂടുതൽ ഭാഗവും ഈ ചിക്കനിലേക്ക് ചേർക്കണം. ഒരു 1/4 കപ്പ് വരെ മാത്രം അവിടെ ബാക്കി വെച്ചാൽ മതി കേട്ടോ, ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഇത്രയും മാത്രമേ ഞാൻ ബാക്കി വെച്ചിട്ടുള്ളൂ. ബാക്കി മുഴുവനും ചിക്കനിൽ പൊടിച്ച് ചേർത്തിരിക്കുകയാണ്. അപ്പോൾ ഈ സവാള കൂടി ചേർത്തിട്ട് ഇനി ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സവാള ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഈ ചിക്കൻ വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ സവാള ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച എണ്ണ തന്നെയാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയ എണ്ണ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്തിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഇന്ന് ബിരിയാണിക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്തതിന് ശേഷം നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എണ്ണയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ എണ്ണയിലേക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ ചിക്കൻ നമുക്ക് വേവിച്ചെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചോറും കൂടി റെഡിയാക്കി എടുക്കാം കേട്ടോ. ചിക്കൻ വേവുന്ന ഒരു സമയം കൊണ്ട് ചോറ് റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് ചോറ് വെക്കാനായിട്ട് ഞാനൊരു ചെറിയ പാത്രം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ സവാള ഫ്രൈ ചെയ്ത ആ ഒരു എണ്ണ ഉണ്ടല്ലോ, അത് കുറച്ചുകൂടി ബാക്കിയുണ്ട്, അത് ചേർത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ വരെ ചേർക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ കൂടി നെയ്യും കൂടി ചേർത്തിട്ടുണ്ട്. ഈ നെയ്യും നമ്മുടെ എണ്ണയും കൂടി ചൂടായി വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് നമുക്ക് 2 പട്ട, ഒരു 4 ഗ്രാമ്പു, 3 ഏലക്കായ് ഇത്രയും ചേർക്കാം.
പിന്നെ ഞാൻ ചേർക്കുന്നത് 3 കപ്പ് വെള്ളമാണ് കേട്ടോ. നമ്മൾ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 3 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. സാധാരണ പച്ചവെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഈ വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പാത്രം ഇവിടെ അടച്ചു വെക്കാം. വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അരിയിലെ വെള്ളം മുഴുവൻ കളഞ്ഞതിന് ശേഷം ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഏകദേശം 1.5 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് വീണ്ടും അടച്ചു വെക്കാം. ഒന്നുകൂടി നന്നായിട്ട് തിളച്ച് വരണം. അതിനായിട്ട് നല്ല ഫ്ലെയിമിൽ തന്നെ, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അത്ര വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അരി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം വീണ്ടും അടച്ചു വെക്കുക. എന്നിട്ട് ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 8-10 മിനിറ്റ് സമയം വെക്കുമ്പോഴേക്കും നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ടാവും. അങ്ങനെ ഇത് ലോ ഫ്ലെയിമിലിട്ട് ഒരു 8-9 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ ചോറ് റെഡി ആയിട്ടോ. ഞാനത് ഒന്നുകൂടി ഇളക്കി കൊടുത്തിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ചോറ് ഇതാ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ചോറിൽ നിന്നും പകുതി നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. നമ്മൾ ഈ ചോറിൻ്റെ നടുക്കായിട്ടാണ് മസാല ഇട്ടിട്ട് ദം ചെയ്യുന്നത്. അപ്പോൾ ആദ്യം പകുതി ചോറ് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പകുതി ചോറ് മാത്രമേ ഈ പാത്രത്തിൽ ബാക്കിയുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു 15 മിനിറ്റ് മസാല ഞാൻ നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലൊന്നും ചേർക്കാനില്ല കേട്ടോ. നമ്മളെല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് വേവിച്ചതാണ്. ഇനി ഒന്നും തന്നെ ഈ മസാലയിലേക്ക് ചേർക്കാനില്ല. പിന്നെ ഉപ്പൊക്കെ പാകത്തിനായിരുന്നു. ഉപ്പൊന്ന് ചെക്ക് ചെയ്തോളൂ. അതിനുശേഷം നമുക്ക് മസാല എടുത്തിട്ട് ഈ ചോറിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവൻ മസാലയും ഒന്നിച്ച് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ലെയറായിട്ടൊന്നും ഞാൻ ചെയ്യുന്നില്ല. മസാല ഇതിലേക്ക് ഇട്ടതിന് ശേഷം പതുക്കെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ച ബാക്കി ചോറുണ്ടല്ലോ, അത് ഈ മസാലയുടെ മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. മുകൾ ഭാഗം ഒന്ന് നിരപ്പാക്കി കൊടുക്കുക. അമർത്തൊന്നും വേണ്ട, പതുക്കെ ഒന്ന് നിരപ്പാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ബാക്കി വെച്ച സവാള ഫ്രൈ ചെയ്തതും പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി ഞാനൊരു 3 ടേബിൾ സ്പൂൺ പാൽ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടിക്ക് പകരം പാൽ നല്ലതുപോലെ ചൂടാക്കിയിട്ട് കുറച്ച് കുങ്കുമപ്പൂ മിക്സ് ചെയ്തിട്ടും നിങ്ങൾക്ക് ബിരിയാണിയിൽ ചേർക്കാം കേട്ടോ. ഞാൻ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. കുങ്കുമപ്പൂവിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു കളറിന് വേണ്ടി ചേർക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പാലും മഞ്ഞൾപ്പൊടിയും കൂടി ചേർന്ന ഈ മിക്സ് ബിരിയാണിയുടെ എല്ലാ ഭാഗത്തേക്കും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കശുവണ്ടി മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഫ്രൈ ചെയ്തിട്ടൊന്നുമില്ല. വേണമെങ്കിൽ സവാള ഫ്രൈ ചെയ്യുന്ന സമയത്ത് കശുവണ്ടിയും കൂടി ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉണക്കമുന്തിരിയും കശുവണ്ടി ഞാൻ ഫ്രൈ ചെയ്യാതെയാണ് ഇട്ടിരിക്കുന്നത്. അതിനുശേഷം ഇതുപോലെ അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ, വളരെ ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് ദം ചെയ്തെടുക്കാം. അങ്ങനെ ഇത് നമ്മുടെ ബിരിയാണി ദം ചെയ്ത് റെഡി ആയിട്ടുണ്ട്. നല്ല ആവിയൊക്കെ വരുന്നുണ്ട്, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ അടിപൊളി ബോംബെ ചിക്കൻ ബിരിയാണി റെഡി ആയിരിക്കുകയാണ്. ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. എന്നിട്ട് ചൂടോട് കൂടെ തന്നെ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ മസാലയൊക്കെ കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ നല്ല മണവും രുചിയുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ. നല്ല ഫ്ലേവറാണ് ഈ ഒരു ബിരിയാണിക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. താങ്ക്